ഇതിൽ ഒരു മരണം ഒരു ആത്മഹത്യയായിരുന്നു. ഒന്ന് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഇവിടെ വീണാൽ അടുത്ത തിര വന്ന് വീണ ആളുടെ മുകളിലേക്കാണ്. അറിയാൻ വയ്യാത്ത ആളുകളോട് പറയാണ്, കൊല്ലം ബീച്ച് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ കൊല്ലം ബീച്ചിൽ വരുന്നവർ തിര എണ്ണാനായിട്ട് ഓടി താഴോട്ട് ചെന്ന് കയറി കൊടുക്കരുത്. കൊല്ലം ബീച്ച് അപ്പോൾ ഇത്ര ഡേഞ്ചർ എന്ന് പറയാൻ കാര്യം എന്ത്? കൊല്ലം ബീച്ച് കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച ബീച്ച് എന്ന് പറയുന്നത് കപ്പൽച്ചാലിൻ്റെ തീരമാണ്. തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കപ്പൽച്ചാലിൻ്റെ തീരമായതിനാൽ 20 മുതൽ 30 അടി താഴ്ച വരെയുണ്ട് ഇവിടുത്തെ ആഴം. ഏകദേശം ജസ്റ്റ് അങ്ങോട്ട് വീണാൽ ഏകദേശം ഒരു 10 അടി താഴ്ചയുണ്ട്. അത് തന്നെയല്ല, അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ തീരത്തോട് ചേർന്നാണ് ഇവിടുത്തെ തിരയടിക്കുന്നത്. അങ്ങോട്ട് വീഴുന്ന ഒരാളുടെ മുകളിലേക്കാണ് ഈ തിര വന്ന് വീഴുന്നത്. ഒരു തിരയുടെ പവർ എന്ന് വെച്ചാൽ ചിലപ്പോൾ ടൺ കണക്കിന് പവറുണ്ടാകും. അതിനകത്തുനിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് മറ്റുള്ള ബീച്ചും മറ്റ് കേരളത്തിലെ എല്ലാ ബീച്ചും ഷാലോ ബീച്ചാണ്. ഏകദേശം 50 മീറ്ററോ 60 മീറ്ററോ 100, കോവളം ബീച്ചൊക്കെ 100 മീറ്റർ വരെ നമുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നടന്നു പോകാം. വർക്കല ബീച്ച് ഏകദേശം 50 മീറ്ററോളം നടന്നു പോകും. ഇവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കൊല്ലം ബീച്ചിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. തീരത്തോട് ചേർന്നാണ് തിരയടിക്കുന്നത്. കപ്പൽച്ചാലിൻ്റെ തീരം ഏകദേശം 20 to 30 ഫീറ്റ്. ഇവിടെ ഇപ്പോൾ ഇത് അറിയാതെ ഇറങ്ങിയിട്ട് എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? ഏകദേശം ഞങ്ങൾ ലൈഫ് ഗാർഡ്സിനെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് മാസത്തിൽ 2-3 മരണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് ഗാർഡിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് 20 വർഷമായി. ഏകദേശം 4 മരണം. അതിൽ ഒരു മരണം ഒരു ആത്മഹത്യയായിരുന്നു. ഒന്ന് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഈ മറ്റ് 2 മരണമെന്ന് വെച്ചാൽ മൺസൂൺ ടൈമിലാണ്. മൺസൂൺ ടൈമിൽ ബീച്ച് മൊത്തം ക്ലോസിങ്ങാണ്. ഓൾറെഡി ബീച്ച് ക്ലോസ് ആണ് കൊല്ലം ബീച്ച്. ഓൾറെഡി ആരെ ഇറക്കാൻ ജില്ലാ കളക്ടർ പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നതാണ് കൊല്ലം ബീച്ച്. മറ്റൊരു ബീച്ചിലും നിരോധനമില്ല. പക്ഷേ കൊല്ലം ബീച്ചിൽ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, കപ്പൽച്ചാലിൻ്റെ തീരം. ഈ 2 മരണം നടന്നത് മൺസൂൺ ടൈമിലാണ്. മെയ് മാസം 15-ാം തീയതി 16-ാം തീയതിയാണ് മരണം നടന്നത്. ഒരു കുടുംബത്തിൽ 7 പേര് ഒത്തുപോയി. ആ ദിവസം ഞങ്ങൾ ഡ്യൂട്ടിയിൽ 4 പേരെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് 4-5 പേരെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷേ 2 പേര് മരിച്ചു. അപ്പോൾ അറിയാതെ വന്നിറങ്ങുന്നതാ ശരിക്കും പറഞ്ഞാൽ. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിറങ്ങും. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സിസ്റ്റം കണ്ടല്ലോ, കൃത്യമായിട്ട് ഞങ്ങൾ എല്ലാം വിളിച്ച് കൃത്യമായിട്ട് വാണിംഗ്. എന്നാലും കേൾക്കും. ഇവിടെ വീണാൽ അടുത്ത തിര വന്ന് വീണ ആളുടെ മുകളിലേക്കാണ്. ആളെ കാണില്ല. അത് പിന്നെ അണ്ടർ വാട്ടർ കറണ്ടോട് ശക്തമാണ്. പുള്ളിങ് ചെയ്തിട്ട് എങ്ങനെയാണ് വെച്ചാൽ 10 മീറ്ററോളം ഉള്ളോട്ട് കൊണ്ടുപോകും. അത് അത്രയും ആഴമുണ്ട്. അതിനനുസരിച്ചുള്ള താഴോട്ട് പോകുന്നതും ആഴം. സൂര്യാസ്തമനത്തിന് ശേഷം ആരും തീർത്ത് നിൽക്കാൻ പാടുള്ളതല്ല. ശ്രദ്ധിക്കുക, തീർത്ത് നിൽക്കുന്ന എല്ലാവരും തീർത്ത് നിന്ന് മുകളിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. ലൈഫ് ഗാർഡ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിനോ അപകടം ഉണ്ടായാൽ രക്ഷപ്പെടുത്തുന്നതിനോ ഇവിടെ ലൈഫ് ഗാർഡിന്റെ സേവനം ലഭ്യമല്ല. സന്ദർശകർ എല്ലാവരും തീർത്ത് നിന്ന് മുകളിലേക്ക് മാറുക. ഏത് സാഹചര്യവും നേരിടാനായിട്ട് നമുക്കൊരു ലൈഫ് ഗാർഡ് ടവറും ഉണ്ട്. അതേപോലെ തന്നെ നല്ല ലൈഫ് ഗാർഡ്സും അവർക്കുള്ള ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനം, ഇതിന്റെ പേര് റെസ്ക്യൂ ട്യൂബ് എന്ന് പറയും. റെസ്ക്യൂ ട്യൂബ്. ഈ റെസ്ക്യൂ ട്യൂബ് ഒരാൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ലൂസ് ആക്കിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഓടി അങ്ങോട്ട് ചെന്ന് ഇത് തിര അടിക്കുമ്പോൾ ആ തിരയുടെ മേടിക്കൂടി ഞങ്ങൾ അപ്പുറത്ത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി നമ്മുടെ ലോക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ ഭാഗമാണ് മറ്റേ വീണ ആളിന് കൊടുക്കുന്നത്. അപ്പുറത്തോട്ട് തിരയുടെ നടക്കുന്ന അപ്പുറം നമ്മുടെ തിരയുടെ അടിയിലാണ് അടിയിലൂടെ ചെന്നിട്ട് നമ്മൾ പിടിച്ചിട്ട് ഒരാളെ കൈ കിട്ടി കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊക്കെ ലോക്ക് ചെയ്യാം. ഇങ്ങനെ എടുത്ത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ നിങ്ങൾ നീന്തി വരും. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മുടെ കൂടെ. അപ്പൊ അയാളെക്കാളും ഡേഞ്ചർ ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തോണ്ട് ഇങ്ങനെ പിടിക്കുന്നത് പിടിച്ചോണ്ട് അവിടെ ചെന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞാൽ ആളിന്റെ അടുത്തോട്ട്. അതിന് തിര മടക്കിന് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്ത് വീണാൽ ഈ സാധനം തിരിച്ച് കരയിലോട്ട് കയറി കരയിൽ നിന്നുകൊണ്ട് തന്നെ തിര മടക്കിന്റെ മുകളിൽ കൂടെ നമ്മൾ എറിഞ്ഞ അപ്പുറത്ത്. അപ്പൊ അയാൾക്ക് ഇത് പിടിക്കാൻ പറ്റുമോ? പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ നേരത്തും തിര ഇങ്ങനെ വീഴുമ്പോൾ തിരയുടെ അടിയിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക്. അത് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വിടുന്നതിൽ പോകാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് നമ്മളിത് എടുത്തുകൊണ്ട് പോയി അയാളെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നില്ല ഇങ്ങനെ ഇടും. കൊല്ലം ബീച്ചിലേക്ക് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ബീച്ചിൽ കാല് നനയ്ക്കാൻ ഇറങ്ങാതിരിക്കുക. ഏത് സമയത്താണ് തിര ശക്തമാവുന്നതെന്നോ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതോ പറയാൻ പറ്റില്ല.